സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ പലയിടങ്ങളിലായിരുന്നു നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് ഇതിനകത്ത് ചിലത് നേടിത്തന്നെ നമ്മൾ പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കൂട്ടി വരുത്തിയ കർത്താവിനെ നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ വേദഭാഗ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്തു നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. ഒരിക്കൽ കൂടി വായിക്കാം. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമ്മളെ ഹൃദയങ്ങളെ കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഇന്ന് എൻ്റെ അപ്പൻ എന്നോടൊപ്പം ഇരിക്കുക. ഇന്ന് എന്നോട് സംസാരിക്കുന്ന അപ്പൻ, അതേ, രോഗത്തിലായിരിക്കുന്നവരെ, കഷ്ടതയിലായിരിക്കുന്നവരെ നിന്നോട് അപ്പൻ പറയുന്നു, നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഹല്ലേലൂയ. നിന്റെ വേദനകൾ വിട്ട് നീ നിന്റെ അപ്പനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനപ്രകാരം ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട ദൂതുകൾ തന്നാട്ടെ. വചനത്തിൽ പ്രബോധിപ്പിക്കുവാൻ അടിയനെയും ബലപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഹല്ലേലൂയ. കൂടുതൽ അതിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കേട്ട് അതേ യേശുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതമായി തന്നെ നമുക്കിതിനെ ചിന്തിക്കാവുന്ന കാര്യമാണ്. അതെ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളും അതുപോലെ പല അവസ്ഥകളിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പലപ്പോഴും വന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 5:2-9 വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവിടെ കിടന്നവരിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ വെള്ളത്തിൻ്റെ അരികിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ, ആരെയോ പ്രതീക്ഷിച്ച്, അതെ, ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുന്നതും പ്രതീക്ഷിച്ച് ഒത്തിരി പേർ അവിടെ കാത്തു കിടക്കുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവജനമേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഒത്തിരി പേർ ഇങ്ങനെ വരിയായി കാത്തു നിൽക്കുക. ഒരു ആശുപത്രിയുടെ മുൻപിൽ ഒരു ഡോക്ടറെ കാണുവാൻ നിൽക്കുന്നത് പോലെ ഒത്തിരി പേർ ആശ്വാസം ലഭിക്കുവാനായി, തൻ്റെ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായി കാത്തു കിടക്കുന്നു. ഹല്ലേലൂയ. അതേ സമയത്ത് ഹല്ലേലൂയ ഒരുവനും അവിടെ കിടക്കുന്നു. ഹല്ലേലൂയ. നീണ്ട നാളുകളായി എനിക്കും ഒന്ന് ഇറങ്ങാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് കാത്തു കിടക്കുക. നമ്മളും അതുപോലെ കാത്തിരിക്കുക. എനിക്കും എൻ്റെ അപ്പനോടൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞെങ്കിൽ, എനിക്കും എൻ്റെ അപ്പൻ്റെ സ്നേഹം അറിയുവാൻ കഴിഞ്ഞെങ്കിൽ, എനിക്കും ആ സാന്നിധ്യത്തിൽ നിന്ന് മുട്ടുമടങ്ങി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, അതെ, നിങ്ങളോടായി പറയുക. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ ഹൃദയം തുറന്ന് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് ഇതിനകത്തുനിന്ന് വിടുതൽ ലഭിക്കും. ഹല്ലേലൂയ. അതെ, കാത്തു കിടക്കുന്നു. യേശു വരുന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി, യേശു വരികയാ. അതുവരെ ദൂതൻ ഇറങ്ങി കലക്കിയെടുത്ത് യേശു വരിക. നിനക്ക് വേണ്ടി ഇന്ന് ഇതിനകത്ത് യേശു വരും. ഹല്ലേലൂയ. നിന്നെ ഇന്ന് പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ ഇന്ന് വിടുതൽ ചെയ്യുവാൻ ഇന്ന് ഇതിനകത്ത് യേശു വരും. നീ കാത്തു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൂതനല്ല വരുന്നേ, നിനക്ക് വേണ്ടി ഇന്ന് ഇതിനകത്ത് യേശു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കാത്തു കിടക്കുന്നവരെ അന്വേഷിച്ച് യേശു വരികയാ. ഹല്ലേലൂയ. യോഹന്നാൻ 5:4 വായിക്കുമ്പോൾ ഇങ്ങനെ കാണും, അതത് സമയത്ത് സൗഖ്യം വരും. അതെ, ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ അവിടെ ഇറങ്ങുന്നവർക്ക് അതത് സമയത്ത് സൗഖ്യം വരും. നമ്മൾ ഒത്തിരി കാണാറുള്ള വാക്യങ്ങളാണ്, നമ്മൾ കേൾക്കട്ടുള്ളതാണ്. ദൂതൻ വരും, സൗഖ്യം വരും. പ്രാർത്ഥിക്കും, മറുപടി ലഭിക്കും. ഞാനിന്ന് സഭയിൽ പോകും, വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടെങ്കിൽ, നീ ഇന്ന് ഉറച്ച വിശ്വാസത്തോടെ ഇതിനകത്തായിരിക്കുന്നുവെങ്കിൽ, ഇന്ന് നീ ഇതിനകത്തുനിന്ന് വിടുതൽ പ്രാപിച്ചേ മടങ്ങുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
2 രാജാക്കന്മാർ 5:13 മുതൽ 14 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ചു ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെ ആയി അവൻ ശുദ്ധനായി തീർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്, സുപരിചിതമായ ഒരു വ്യക്തിയാണ്. അതെ, നയമാൻ തന്നെയാണ് ആ വ്യക്തി. ഹല്ലേലൂയ. അതെ, നയമാൻ തന്നെയാണ് ആ കുളത്തിൽ ഇറങ്ങിയത്. ഹല്ലേലൂയ. അന്ന് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ യേശുവല്ല അവിടെ വന്നത്. ഹല്ലേലൂയ. എലീശ വന്നു. ഹല്ലേലൂയ. ആരാ എലീശ? ഏലിയാവിൽ നിന്ന് ഇരട്ടി പങ്ക് ലഭിച്ചവൻ. ഹല്ലേലൂയ. ഇരട്ടി പങ്ക് ലഭിച്ചവന്റെ വാക്ക് കേട്ടവൻ. ഹല്ലേലൂയ. അന്ന് കുളത്തിൽ ഇറങ്ങിയപ്പോൾ ദേഹം ചെറിയ ബാലനെ പോയി ആയി തീർന്നുവെങ്കിൽ ഇന്ന് യേശുവിന്റെ വാക്ക് കേൾക്കുന്നവന് എത്രയധികം, ഹല്ലേലൂയ, ഇന്ന് ആ യേശുവിന്റെ വാക്ക് കേൾക്കുന്നവൻ എത്രയധികം സുഖം ലഭിക്കും. ഹല്ലേലൂയ. അതെ, യേശു അയച്ച ഒരു മനുഷ്യനിൽ നിന്ന്, ഹല്ലേലൂയ, ആത്മാവിന് ഇരട്ടി പങ്ക് ലഭിച്ചവനിൽ നിന്ന് അന്നവൻ ന്യായമാനം പ്രാപിച്ചുവെങ്കിൽ ഇന്ന് യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നവൻ എത്രയധികം പ്രാപിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ വരിക എന്നാ പറഞ്ഞ്, നിന്നെ സൗഖ്യമാക്കുവാൻ അവൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. നിനക്കിന്ന് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ എന്നാ ചോദിക്കുന്നേ. നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ താല്പര്യ പ്രകാരമാണോ നീ ഇതിനകത്തിരിക്കുന്നേ? നീ നിന്റെ താല്പര്യത്തോടെയാണോ നീ വചനം കേൾക്കുന്നേ? നിനക്ക് മനസ്സുണ്ടോ എന്നാ കേൾക്കുന്നേ. ഹല്ലേലൂയ. മനസ്സുള്ളവർ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെ ഇന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇന്ന് ഇതിനകത്തായിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സുള്ളവർ ഏറ്റു പറഞ്ഞാട്ടെ, ഇന്ന് ഞാൻ പ്രാപിച്ചേ മടങ്ങൂ. ഇന്ന് ഇതിനകത്ത് ഞാൻ വന്നുവെങ്കിൽ ഇന്ന് ഞാൻ പ്രാപിച്ചേ മടങ്ങൂ. ഹല്ലേലൂയ. അതെ പ്രിയ മക്കളെ, ഇന്ന് നീ പ്രാപിക്കും. നിനക്ക് രക്ഷ നേടുവാൻ മനസ്സുണ്ടെങ്കിൽ നീ ഇന്ന് രക്ഷ നേടും. നിനക്ക് യേശുവിനെ അറിയുവാൻ മനസ്സുണ്ടെങ്കിൽ നീ ഇന്ന് യേശുവിനെ അറിയും. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ നീ ഇന്ന് സൗഖ്യമാകും. ഹല്ലേലൂയ. നിന്റെ മനസ്സാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതാ യേശു അവനോട് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിന്റെ മനസ്സ് എത്രയധികം വേണമെന്നാ ചോദിക്കുന്നേ. നിന്റെ ഹൃദയം തുറക്കാനാ പറയുന്നേ. നീ ഹൃദയം കൊണ്ട് വിചാരിക്കുന്നുവെങ്കിൽ, നീ ഹൃദയത്തോടു കൂടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ഇന്ന് ഇതിനകത്ത് ആയിരിക്കുന്നുവെങ്കിൽ നീ ഇന്ന് ചിലത് പ്രാപിച്ച് തന്നെ മടങ്ങും. ഹല്ലേലൂയ. ചിലത് നേടി തന്നെ മടങ്ങും. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നത് അങ്ങനെയാ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നീ മനസ്സോടെയായിരുന്നു ഇരിക്കുന്നേ. നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നീ ആരുടെയെങ്കിലും പ്രഷറിലാണോ? നിന്നെ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടാണോ? നിന്നോട് ആരോടെങ്കിലും ഉപദേശിച്ചിട്ടാണോ? നീ ആരുടെയെങ്കിലും ഉപദേശം കേട്ടിട്ടാണെങ്കിൽ നീ കുഴങ്ങിപ്പോയി. നീ നിൻ്റെ മനസ്സോടെ ഇരിക്കണം. നീ നിൻ്റെ മനസ്സ് വിട്ടുകൊടുത്തിരിക്കണം. അതാ വചനം, നീ ഹൃദയം വിട്ടുകൊടുക്കുക. അപ്പൻ്റെ മുൻപിൽ ഹൃദയം വിട്ടുകൊടുക്കുക. ഹൃദയം വിട്ടുകൊടുക്കുന്നവനെ നിന്നോട് അപ്പൻ ഇന്ന് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി 11:12 യോഹന്നാൻ സ്നാപകൻ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. ഇന്ന് നമ്മൾ ചിലതിനെ പിടിച്ചെടുക്കണം. ബലമായി തന്നെ ഇന്ന് പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. 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 മാനസാന്തരത്തിന്റെ വഴി. ഹല്ലേലൂയ. തൻ്റെ ജനതയെ പിടിച്ചെടുക്കുവാൻ ബലാത്കാരമായി തന്നെ പിടിച്ചു വാങ്ങിക്കാനാ പറയുന്നേ. ചുമ്മാ ഇരുന്ന് വാങ്ങിക്കാനല്ല പറഞ്ഞത്, ചോദിച്ച് വാങ്ങിക്കാനാ പറഞ്ഞേ. നീ ചോദിക്ക് നിന്റെ അപ്പനോട്, നീ വായ് തുറന്ന് ചോദിക്ക്, ഇന്നെനിക്കിത് വേണം, ഇന്നെനിക്ക് രക്ഷ വേണം, ഇന്നെനിക്ക് സൗഖ്യം വേണം, ഇന്നെനിക്ക് വിടുതൽ വേണം. നീ വായ് തുറക്ക്. നിന്റെ വാ തുറക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പൻ അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതെ, നിന്റെ അതിയായ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ അവനെന്ന് തുറക്കുക. ഹല്ലേലൂയ.
അടഞ്ഞു കിടക്കുന്ന ഏതു വാതിലും നീ വായ് തുറന്ന് ചോദിക്കുമ്പോൾ, നീ ചെന്ന് മുട്ടുമ്പോൾ തന്നെ നിന്റെ മുൻപിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. നീ മുട്ടാതിരുന്നാൽ അത് അടഞ്ഞു തന്നെ കിടക്കുമെന്നാ പറയുന്നേ. നമ്മൾ ബലമായി തന്നെ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 5:7 പറയുന്നു, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ എടുത്തിറക്കുവാൻ ആരുമില്ല. ഹല്ലേലൂയ. നമ്മളും അങ്ങനെയായിരിക്കുന്നേ. നമ്മളും പലരോടും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, എനിക്കിത് ഇട്ട് തരാൻ ആരുമില്ലായിരുന്നു, എന്നോടൊപ്പം ആരുമില്ലായിരുന്നു, എനിക്ക് ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു ആത്മഹത്യ ചെയ്യാൻ പോയി നിൽക്കുന്നവരോട് ചോദിച്ചു നോക്കിയേ, അവൻ ചെന്ന് നിൽക്കുമ്പോൾ, നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? എനിക്ക് ആരുമില്ല, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. കരയുന്നവരെ മുഖത്ത് നോക്കി ചോദിച്ചാൽ, എന്തിനാ കരയുന്നേ? പ്രിയ മകനെ, എനിക്കാരുമില്ല, എൻ്റെ സങ്കടം കേൾക്കാൻ പോലും ആരുമില്ല, ഞാൻ തനിച്ചായിരിക്കുന്നു. അതെ, അവൻ അവിടെ ആരുമില്ലാതെ കിടന്നപ്പോഴാ യേശു വന്നേ. ഹല്ലേലൂയ. നീ ആരുമില്ല എന്ന് എത്രയധികം ചിന്തിക്കുന്നുവോ അത്രയധികം നിന്നോട് കൂട്ടുകൂടുവാൻ യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കുന്നേ. എനിക്കാരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എൻ്റെ വിഷമങ്ങളൊന്ന് താങ്ങുവാൻ ആരുമില്ല. ഈ ആരുമില്ല എന്ന് കേൾക്കുമ്പോഴാ എടുത്ത് ചാടി വണ്ടിയുടെ മുൻപിൽ ചാടുന്നതും നേരെ കൊക്കയുടെ അറ്റത്തേക്കും പോകുന്നതും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് ഏതെങ്കിലും ദേശത്തേക്ക് വിട്ടു പോകുന്നതും. ഹല്ലേലൂയ. നമ്മളൊരു പ്രതിസന്ധി ആയിരിക്കുമ്പോൾ, ഒരു വിഷമഘട്ടമായിരിക്കുമ്പോൾ, നമ്മൾ ഭവനത്തിനകത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നു, എനിക്കാരുമില്ല. എന്നാൽ വചനം പറയുന്നു, നിനക്കാരുമില്ലെങ്കിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ചുറ്റുമുള്ളവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അവരൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. അവർക്കെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എനിക്കും നിനക്കുമെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു ദിവസം വരെ നിന്നെ സംരക്ഷിക്കും. പക്ഷേ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരുത്തൻ നിന്നോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. അതവൻ പറഞ്ഞേ, ഞാനുണ്ട്. ഹല്ലേലൂയ. അതെ, ആരുമില്ല എന്ന് പറഞ്ഞവനോട് പറയുക, നീ കിടക്കെടുത്ത് നടന്നോ. ഇനി വേറൊന്നും ചിന്തിക്കണ്ട, നീ എടുത്ത് നടന്നോ, നീ പ്രാപിച്ചോ. ഹല്ലേലൂയ. നിന്റെ മനസ്സ് കാണുന്ന ദൈവം, നിന്റെ ഹൃദയം കാണുന്ന ദൈവം. ഹല്ലേലൂയ. അതെ, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുക, അവൻ ബലം പകരുന്നവനാ, അവൻ ബലം വർദ്ധിപ്പിക്കുന്നവനാ. ഹല്ലേലൂയ. നീ ആരുമില്ലാതെ ഏകനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വചനം നിന്നെ ബലപ്പെടുത്തുന്നു. യെശയ്യാ പ്രവാചകൻ നിന്നെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. ക്ഷീണിതൻ അഭയസ്ഥാനമായി, അനാഥൻ അഭയസ്ഥാനമായി, ദരിദ്രർക്ക് കൂട്ടായി എൻ്റെ അപ്പനുണ്ട്. ആരുമില്ലാതെ ഏകനായിരിക്കുന്നവന് എൻ്റെ അപ്പൻ കൂടെയുണ്ട്. അവൻ നിന്നോടും സംസാരിക്കും. ഹല്ലേലൂയ. അവൻ എന്നോട് സംസാരിച്ചുവെങ്കിൽ നിന്നോടും സംസാരിക്കും. ഹല്ലേലൂയ. അന്നവൻ അവനോട് കിടക്കയെടുക്കുവാൻ പറഞ്ഞുവെങ്കിൽ നിന്നോടും. ഹല്ലേലൂയ. ഇത് രട്ടുവിട്ട് നീങ്ങിപ്പോയെന്ന് പറയും. ഹല്ലേലൂയ. പിശാച് നിന്റെ മേലെടുത്തിടുന്നത് രട്ട. നീ തളർന്ന് കിടക്കണം, നീ എഴുന്നേൽക്കരുത്. ഹല്ലേലൂയ. ഭാരത്തിന്മേൽ ഭാരം കയറ്റുന്ന ഒരു കാളയെ പോലെ നിന്നെ ആക്കി വയ്ക്കുക. ഭാരം ചുമക്കുന്നവനായി നിന്റെ മേൽ ഭാരത്തിന്മേൽ ഭാരം കയറ്റി നിന്നെ ആരുമില്ലാതെ, നിന്നെ ഒന്ന് താങ്ങാൻ പോലും ആരുമില്ലാതെ തളർത്തിയിടുന്ന പിശാച്. പ്രിയ ദൈവജനമേ, നിന്നെ തളർത്തുമ്പോൾ ബലം തരുന്നവൻ കൂടെയുണ്ട്, ബലപ്പെടുത്തുന്നവൻ കൂടെയുണ്ട്. നിന്റെ മേൽ വയ്ക്കുന്ന ഭാരങ്ങളെ നിന്നോടൊപ്പം നിന്ന് ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് പറയുന്ന അപ്പനാ കൂടെ ഉള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആ ശക്തി ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുക. ഇന്ന് ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് പേരേ ഉള്ളുവെങ്കിലും ഇന്ന് ഇതിനകത്ത് ആ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ. ഇന്ന് അവൻ നിങ്ങളോടൊപ്പം അടുത്ത് വന്നിരിക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ കരം പിടിക്കും. ഹല്ലേലൂയ. ഞാനുണ്ടെന്ന് പറയുന്നവൻ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്നവൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവൻ എന്ന് പറയുന്നവൻ. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമാക്കുവാനുള്ള ശക്തി. ഹല്ലേലൂയ. നിന്റെ മേലിരിക്കുന്ന ഭാരത്തെ എടുത്ത് മാറ്റുവാനുള്ള ശക്തി അവനുണ്ട്. വിശ്വസിച്ചേ. ഹല്ലേലൂയ. ഇത് ഏറ്റെടുത്ത്, ഇത് ആരോട് ദൂത?
ഭാരത്തോടെ ഞെരുങ്ങിനകത്തിരിക്കുക, കണ്ണുനീരോടെ ആയിരിക്കുക. ഒരു ഇറുക്കത്തിൻ്റെ അവസ്ഥ. ഹല്ലേലൂയ. വർഷങ്ങളായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എവിടെ ഓടണം? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്താൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് പ്രസാദം വാങ്ങിക്കും? ഹല്ലേലൂയ. നീ പ്രസാദം വാങ്ങിക്കാൻ കൂടുതലൊന്നും ചെയ്യണ്ടെന്നേ, നീ വിശ്വസിക്കുക. നീ നിന്റെ വായ കൊണ്ട് ഏറ്റു പറയുക, എനിക്കിന്ന് പ്രാപിക്കണം, എനിക്കിന്ന് സൗഖ്യം വേണം. നീ വിശ്വസിക്കുന്നോ? നിന്നെ സൗഖ്യമാക്കുന്നവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഇന്ന് ഇതിനാ സൗഖ്യമായ മടങ്ങുകയുള്ളൂ. നീ ഇന്ന് പ്രാപിച്ചേ മടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ പ്രബല ഭൗഷസ് റീബൽ കടകര ബൗഡക്ഷാര. ഹല്ലേലൂയ. നിന്നെ സൗഖ്യമാക്കുന്നവൻ, നിന്നെ ബലപ്പെടുത്തുന്നവൻ, നിന്റെ കരം പിടിക്കുന്നവൻ. ഹല്ലേലൂയ. ഓ ആരൊക്കെ പറയുന്നു, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഓ കർത്താവേ, നിന്റെ യോഗ്യത നോക്കിയല്ല അവൻ നിന്റെ അടുത്ത് വരുന്നേ, നിന്റെ മുഖം കണ്ടല്ല അവൻ വരുന്നേ, നിന്റെ വേഷം കണ്ടല്ല അവൻ വരുന്നേ. ഓ റബല ഭൗഷസി, നിന്റെ ഹൃദയം അവൻ കാണുന്നേ, നിന്റെ ഹൃദയത്തിലെ വിശ്വാസം അവൻ കാണുന്നേ, നിന്റെ ഹൃദയത്തിലെ ഏറ്റുപറച്ചിൽ അവൻ കാണുന്നേ. നീ ഇന്നലെ വരെ ആരായിരുന്നുവല്ല, ഇന്ന് ഈ നിമിഷം നീ എന്താകുന്നു? നിനക്ക് ഇന്ന് നിന്റെ നിമിഷം നിനക്ക് എന്ത് വേണമെന്നാ നിന്റെ അപ്പൻ കാണുന്നേ. ഓ റബല ബൗഡക്ഷാരാരസ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇന്നലെ വരെ തൊട്ടടുത്ത നിമിഷം വരെ ഞാൻ തെറ്റുകാരനായിരുന്നേക്കാം. ഇപ്പോൾ നീ മാനസാന്തരപ്പെടുവാൻ തയ്യാറെങ്കിൽ, ഇപ്പോൾ നീ നിന്റെ കുറവുകൾ ഏറ്റു പറയുവാൻ തയ്യാറെങ്കിൽ, നീ നിന്റെ കുറവുകൾ ഏറ്റു പറഞ്ഞ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ പോലും, ഹല്ലേലൂയ, ഞാൻ ഇതിനകത്തിരിക്കുവാൻ പോലും, ഹല്ലേലൂയ, ഞാൻ ഈ വചനം കേൾക്കുവാൻ പോലും, ഹല്ലേലൂയ, എൻ്റെ അപ്പൻ്റെ സ്നേഹം പറ്റുവാൻ പോലും, ആമേൻ കർത്താവേ, ഞാൻ യോഗ്യനല്ല. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ഇത്രത്തോളം സ്നേഹിച്ചു, എന്നെ ഇന്നിതിനകത്ത് കൊണ്ടുവന്നിരുത്തി. ഹല്ലേലൂയ. ഓ അപ്പനെ, ഞാൻ ആ സാന്നിധ്യം തിരിച്ചറിയുന്നു. എൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്ന എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം, അതേ ആ നീണ്ടത് പറഞ്ഞ് കിടന്ന രോഗിയുടെ അടുത്തേക്ക് വന്ന അതേ സാന്നിധ്യം ഇന്ന് ഇതിനകത്തിറങ്ങുക. ഓ റബല ഭൗഷസ്യാനന്ദേ, അതാ അവൻ നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. നിന്റെ കരം അവൻ പിടിക്കുവാൻ തയ്യാറായിരിക്കുക. ഓ നിന്നെ അവൻ ചേർക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. ഓ അപ്പൻ നിന്റെ മകനെ മകളെ എന്നുള്ള വിളി, പ്രിയ മകനെ പ്രിയ മകളെ നീ എൻ്റെ ഒപ്പം നിൽക്കണമെന്നുള്ള വിളി. അതെ, ആ കരം പിടിക്കുവാൻ തയ്യാറായവർ, ആ കരം വിട്ടുകൊടുക്കുവാൻ തയ്യാറായവർ, അന്യഭാഷകൾ സ്തുതിച്ചാട്ടെ. ആ കരം വിട്ടുകൊടുക്കുവാൻ തയ്യാറായവർ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ, വിട്ടുകൊടുത്ത് പ്രാപിച്ചാട്ടെ, വിട്ടുകൊടുത്താട്ടെ. നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താട്ടെ. അവൻ നിന്റെ കരം പിടിക്കുക. നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ നിന്റെ കരം പിടിക്കുക. ആ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അതെ പ്രിയമക്കളെ, അവൻ ഇന്ന് പ്രാപിച്ചുവെങ്കിൽ, ആ കിടക്കയെടുത്തവൻ നടന്നുവെങ്കിൽ, നീയും ഇന്ന് ചിലതിനകത്തുനിന്ന് പ്രാപിക്കും. നിന്റെ രോഗം വിട്ട് നീ പോകും. നിന്നെ തളർത്തിയിടുന്ന, നിന്നെ വർഷങ്ങളായി നിന്നെ തളർത്തിയിടുന്ന രോഗം പുറത്തു വരുവാൻ കഴിയാതെ വിങ്ങലായി എനിക്കെങ്ങനെ സാധിക്കും, ഞാൻ എങ്ങനെ നേടിയെടുക്കുമെന്ന് പറഞ്ഞ് വരാം പിശാച് നിന്നെ എതിരെ നിന്ന്. നീ രോഗം നിനക്കുള്ളത് കൊണ്ട് നിനക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. ഈ രോഗം നിനക്കുള്ളത് കൊണ്ട് നിനക്ക് നേടുവാൻ കഴിയുകയില്ല. ഈ രോഗം നിനക്കുള്ളത് കൊണ്ട് നിനക്ക് ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, വിട്ടുകൊടുത്തേ. അവനാ പറയുന്നേ, നിന്റെ അപ്പനാ പറയുന്നേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നവന് മുന്നേ നിന്നെ കണ്ട് നിന്റെ അപ്പനാ പറയുന്നേ, നീ വായ് തുറന്ന് പറ, എനിക്കിന്ന് സൗഖ്യമാകണം, എനിക്കിന്ന് വിടുതൽ വേണം, എനിക്കിന്ന് രക്ഷ വേണം. ഓ രക്ഷാരവ ദീവല ഭൗഷേ ദൂഢാരക്ത ബൗഢക്ഷാരവ ദീവൽ കടകരസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പനെ, പ്രാർത്ഥന യാചനയും കേട്ടു. ആമേൻ കർത്താവേ, ഞങ്ങളെയും തൊട്ടു സന്ദർശിച്ചു. അപ്പൻ്റെ കൃപ ഞങ്ങളെ കൂടി മറച്ചു. ആ വലിയ സാന്നിധ്യം ഇതിനകത്ത് വന്നതിനായി സ്തോത്രം. ആമേൻ കർത്താവേ, ആദ്യം മുതൽ അവസാനം വരെയും ഞങ്ങളുടെ ഇന്ന് ആരാധനയ്ക്കകത്ത് ഇതേ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.